ഗൈസ്, ഇന്നൊരു സീരിയസ് സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വെൽക്കം ബാക്ക് ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് ഈ ന്യൂസ് കേട്ടപ്പോൾ നമുക്ക് തന്നെ മെഡിക്കൽ സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് തന്നെ ഒരു വെറുപ്പും നാണക്കേടും ആയ സിറ്റുവേഷനാണിത്. ഇന്ത്യനെ തന്നെ നെറ്റിക്കുന്ന ഒരു ഐ മീൻ എസ്പെഷ്യലി നമ്മുടെ നാടിനോട് തന്നെ ഒരു പുച്ഛം തോന്നുന്ന ഒരു നമ്മളാരും അവിടെ ഇല്ലാത്തത് ഒരു നല്ല കാര്യം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതൊന്നും കാണുകയും കേൾക്കുകയൊന്നും വേണ്ടല്ലോ. സത്യം. അപ്പോൾ നിങ്ങൾക്കറിയാം, ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഇപ്പോൾ നടന്ന ന്യൂസിനെ പറ്റി. വെസ്റ്റ് ബംഗാളിൽ നടന്ന റേപ്പ് കേസിനെ പറ്റി, ഒരു സെക്കൻഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻറ്റിന് പറ്റിയ ഒരു അവസ്ഥ, ഒരു ബ്രൂട്ടലി ഗ്യാങ് റേപ്പ് തന്നെ, ബ്രൂട്ടലി നടന്നൊരു ഗ്യാങ് റേപ്പ്. അത് ദുർഗാപൂരിൽ നടന്ന് ഒരു പ്രൈവറ്റ് മെഡിക്കൽ ഹോസ്പിറ്റൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചിന് നടന്ന ഒരു സംഭവമാണ്. സെക്കൻഡ് ഇയർ ആയ ഒരു കൊച്ചാണ്. ഒരു ഫ്രണ്ടായിട്ട് നൈറ്റ് ഡിന്നർ കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് ഒരു ഇൻസിഡൻറ്റ് നടന്നു. ഒരു ബ്രൂട്ടലി ഗ്യാങ് റേപ്പ് ആയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അതും ഇവരെ കണ്ടിട്ട് ആ കുട്ടി അങ്ങനെയാണ് ഇത് റിപ്പോർട്ട് വന്നേക്കുന്നത്. ആ കുട്ടി ഇവരെ കണ്ടു. ആൻഡ് ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇവരെ കണ്ട് പേടിച്ച് അവർ ആ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറിയതില്ല, ആ ഭാഗത്തോട്ട് ഓടി. അങ്ങനെ ഇവരെ ചേസ് ചെയ്തു. ആ വഴി മറ്റേ പയ്യൻ മിസ്സായി. പിന്നെ ഉള്ളത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സംഭവമാണ് അങ്ങനെ നടന്നത്. ആൻഡ് അതും ഈ പറയുന്നത് പോലെ ഹോസ്റ്റലാണെങ്കിലും ആ കോളേജ് കോമ്പൗണ്ട് എല്ലാം ഇതൊക്കെ അടുത്തടുത്താണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലും സേഫ് അല്ല എന്നുള്ളതാണ്. ആൻഡ് ഈ സസ്പെക്ട്സിനെ അറസ്റ്റ് ചെയ്തു. 3-4 പേരെ അറസ്റ്റ് ചെയ്തു. അതിലൊരാൾ കുറേ നാൾക്ക് മുമ്പ് ആ സെയിം കോളേജിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്ത്യൻ്റെ സിറ്റുവേഷനും വുമൻസിൻ്റെ സേഫ്റ്റിയും എല്ലാ ഇഷ്യൂവും പറ്റി നമ്മൾ ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നിന്നാൽ അതിനെപ്പറ്റി സംസാരിക്കാനേ ഉള്ളൂ. പക്ഷേ മെയിനായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പോൾ ഏത് ലെവലിലുള്ള ഇതാണെങ്കിലും, ഇപ്പം ഭയങ്കര ഹൈ ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ നടക്കുന്ന സാധാരണക്കാരാണെങ്കിലും എല്ലാവർക്കും ഈ സെയിം അവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇപ്പം ഈ കാണുന്നവർക്കാണെങ്കിലും അങ്ങനെ ഒരു ചിന്ത വരുമല്ലോ, ഇതൊക്കെ ഒരു സാധാരണക്കാർക്ക് സംഭവിക്കും. അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഏത് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളും ഈ പറയുന്നത് പോലെ ഒരു മൊളസ്റ്റിങ്ങോ അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വ കലർന്ന നോട്ടവോ അല്ലെങ്കിൽ സ്പർശമോ അതിനൊക്കെ ഇരയാകാറുണ്ട്. ഇത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നമ്മുടെ നാട്ടിൽ എന്താണ് ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നു എന്നാണ്. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഒരു വളരെ മോശപ്പെട്ടൊരു വലിയ കേസായിരിക്കും റിപ്പോർട്ട് ചെയ്യണത്. അല്ല, ഇപ്പോൾ അടുത്ത തന്നെ 3 കേസാണ് ഇപ്പോൾ ഈ വർഷത്തിൽ തന്നെ റിപ്പോർട്ടായത്. അതും ഈ റേപ്പ് കേസ് തന്നെ. ഇപ്പം നിനക്ക് മനസ്സിലായി, ചീഫ് മിനിസ്റ്റർ, വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ഇതിനെപ്പറ്റി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ളത്. അതൊക്കെ എന്ത് ഇറ്റ് ഈസ് ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് ഇങ്ങനത്തെ ഒരു വാക്കുകൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യ അത്രയും തരംതാന്ന് പോയെന്ന് ഞാൻ പറയും. എടാ, അത് മാത്രമല്ല, അവരൊരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീക്കാണ് ഇത് സംഭവിച്ചേക്കുന്നത്. എന്നിട്ട് ആ വിക്ടിമിൻ്റെ അടുത്ത് പറഞ്ഞെന്നല്ല, അവർ പ്രസ്സിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ഒരു സിറ്റുവേഷനിൽ അവർ പറഞ്ഞതാണ് പെൺകുട്ടികൾ രാത്രിയിൽ ഇറങ്ങി നടക്കരുത് എന്നുള്ളത്. അതായത് ഒരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്ന് ഓൾറെഡി കിടക്കുകയാണ്. അറ്റ്ലീസ്റ്റ് സമാധാനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫേക്ക് പ്രോമിസെങ്കിലും അടിച്ചോട്ടെ, എന്നാൽ കൂടെ കുഴപ്പമില്ലായിരുന്നു. ഇത് ഈ ഓപ്പണായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ടൊരു കാര്യമായിപ്പോയി. അതായത് അപ്പോൾ ഇപ്പോൾ പുതിയ വരുന്ന ജനറേഷനായാലും നിങ്ങൾ എന്ത് ന്യൂസാണ് എന്ത് ഇൻഫർമേഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കത്തുന്നില്ല. അത് ചീഫ് മിനിസ്റ്റർ തന്നെ പറഞ്ഞാലേ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് നൈറ്റ് ഇറങ്ങി നടക്കാൻ പറ്റില്ലെന്നോ അതിനൊരു ഫ്രീഡം കൊടുക്കാൻ പറ്റാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ വിശ്വസിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോഴും. അല്ല, ആക്ച്വലി ഫ്രീഡം ആരും കൊടുക്കേണ്ട അങ്ങനത്തെ ഒരു സ്കീം അല്ലല്ലോ. അല്ലെങ്കിൽ ഞാനോ നീയോ അല്ലെങ്കിൽ മറ്റൊരാളോ കൊടുക്കേണ്ടതല്ല ഫ്രീഡം എല്ലാവർക്കും ഈക്വൽ ആയിട്ടുണ്ട്. പക്ഷേ അതിന് സമ്മതിക്കാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ്, ഇവന്മാരെ പോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിലുള്ളത് കൊണ്ടല്ലേ ഈ പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും പേടിക്കേണ്ടത്. ഇപ്പം കേരളത്തിലാണോ എവിടെയാണോ ഈയിടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, ഒരു 70-year-old ലേഡീനെ
സെക്ഷലി അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷേ ആ ന്യൂസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ അത് പറയുന്നില്ല, പക്ഷേ എന്നാലും ഞാൻ അത് ഒന്നിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഏജും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലല്ലേ പഠിച്ചത്, അപ്പോൾ സെൽഫ് ഫിനാൻസിങ് ആയിരിക്കും, എന്തുമാത്രം കാശ് മുടക്കിയൊക്കെ നല്ലൊരു ഡ്രീമോട് കൂടി കയറി വന്നതായിരിക്കും. ആൻഡ് ഇപ്പം എത്രത്തോളം നമ്മൾ റെഡിയാകാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു കറ എപ്പോഴും ഇവിടെ കാണും, ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഇത് കാണും. എൻ്റെ മനസ്സിൽ വരുന്ന നമ്മളും ഈ ഒരേ ആഗ്രഹത്തിലാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് വന്നത്. അപ്പം നമ്മളെപ്പോലെ തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പം അതിനകത്ത് ജെൻഡർ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഇതേ ആഗ്രഹം എത്ര വർഷത്തെ കഷ്ടപ്പാടായിരിക്കും. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണെങ്കിലും ഇനി പഠിച്ച് വന്ന് നാളെ സമൂഹത്തിനൊക്കെ ഒരു നല്ലൊരു നിലയിൽ എത്തേണ്ട ഒരു ഡോക്ടറല്ലേ. അപ്പം അതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഒരാളുടെ ഡ്രീമും കൂടെ ആണ് ആ തകർത്തത്. ഇപ്പം ഒരു റേപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതൊരു ഫിസിക്കൽ മെൻ്റൽ മാത്രമല്ലല്ലോ, ഒരാളുടെ ലൈഫ് ഡ്രീമൊക്കെ അല്ലേ നശിപ്പിച്ച് കളഞ്ഞത്. അങ്ങനത്തെ അതല്ലേ ഇതിപ്പോൾ തന്നെ ഇന്ത്യയിൽ കുറേ സ്ഥലത്ത് ഇപ്പോൾ റൈറ്റ്സ് നടക്കുന്നുണ്ട്, എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടൊരു ജസ്റ്റിസ് കിട്ടിയെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റൂല. ഇപ്പോഴും ഫുള്ളി കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സ്ഥിതിയാണ്. കാരണം ആ ഫ്രണ്ടിൻ്റെ സ്റ്റാൻഡ് എന്താണ്, ആൻഡ് ആ ഫ്രണ്ടിനെ ഇപ്പോൾ സസ്പെക്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് അവൻ പറയുന്നതൊന്നും പോലീസിന് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല. ഓൾറെഡി ആ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ സെക്യൂരിറ്റി ഗാർഡ്, പിന്നെ ഒരാൾ അൺഎംപ്ലോയിഡ് ആണ്, പിന്നെ വേറൊരാൾ, അങ്ങനെ കുറച്ച് പേരെ ഇവരിങ്ങനെ ഇതാക്കിയൊക്കെ. ഇപ്പോഴും ഒരു കറക്റ്റ് ഒരു വെർഡിക്റ്റ് ഇതിൻ്റെ പേരിൽ വന്നിട്ടില്ല. ആകെ ഇപ്പം ഈ ന്യൂസിനെ പറ്റി ഇങ്ങനെ എന്തുവാണ് ലൈം ലൈറ്റ് നിൽക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി പറഞ്ഞ ആ ഒരു ഒറ്റ സെൻറ്റൻസ് മാത്രം, ഫീമെയിൽ സ്റ്റുഡൻസ് ഷുഡ് നോട്ട് സ്റ്റെപ്പ് ഔട്ട് അറ്റ് ലേറ്റ് നൈറ്റ് എന്നുള്ളത്. അതാണ് എനിക്ക് ഈ ട്രിഗർ ആകുന്നത്. ലൈക്ക് അവർ ഒരു വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സ്ത്രീയല്ലേ, ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ അല്ലേ, അവരുടെ വായിൽ നിന്നും വരാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അത്. അതാണ് ഏറ്റവും വലിയ പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ. ഇപ്പോൾ ലൈക്ക് റേപ്പ് ചെയ്ത ആൾക്കാരിനെ വരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ അതെ ആ ഒരു ഇതാണ് വന്നേക്കുന്നത്. അതായത് ആ കുട്ടിയുടെ തെറ്റാണ് രാത്രി ഇറങ്ങി നടന്നുള്ളത്. അത് ആ സ്റ്റേറ്റ്മെന്റ് ചീഫ് മിനിസ്റ്റർ പറയുന്നത് തന്നെ എൻ്റെ അറിവിൽ അവരത് ചേഞ്ച് ആക്കിയിട്ടില്ല ഇതുവരെയായിട്ട് അവർ പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഈസ് വെരി സാഡ്. ഈ 2025 തീരാൻ പോവുകയാണ്. പുരോഗതിയുടെ പാതയിലാണ് ഇന്ത്യ സ്വയമായിട്ട് കറൻസിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രിക്സിൽ കയറിയിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടുകയാണ്. അതൊക്കെയാണ് ആദ്യമേ റെഡിയാക്കേണ്ടത്. അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റേണ്ട അവസ്ഥയാണ്. ബാക്കി ഇപ്പം എന്താണ് പശുവിനെ തൊഴുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനെ സ്നേഹിക്കാനും പഠിക്കണം, റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കണം. ഇതിപ്പോൾ പശുവിനെ കൊന്നാലും ആനനെ കൊന്നാലും പ്രശ്നവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇതുപോലെ സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെ പുരുഷന്മാരെ എല്ലാം കൊല്ലുക, അതിനൊക്കെ എന്ത് ചെയ്താലും അതിനൊന്നും പ്രശ്നമില്ല, കാര്യങ്ങളില്ല, അവരൊക്കെ ഊരിപ്പോരുക. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പ്രോപ്പർ ജുഡീഷ്യറി സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഇന്ത്യയിലുണ്ട്. എന്നിട്ടും ഒരു കുറ്റം ചെയ്ത ആൾക്ക് അവൻ്റെ തിങ്കിങ് എന്താ, സിമ്പിളായിട്ട് ഇറങ്ങിപ്പോരാ, അങ്ങനെ വലിയ പണിഷ്മെൻറ്റും ഇല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് മോശമാണ്. ലൈക്ക് ഇങ്ങനെ ഈ ഇടയ്ക്കിരുന്ന എപ്പോഴും എന്ന് വെച്ചാൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ന്യൂസ് വരുമല്ലോ. ഇപ്പോൾ പോപ്പപ്പ് ചെയ്ത് വരുമ്പോഴേക്ക് എനിക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എപ്പോഴും കിട്ടുന്നുണ്ട്. അതിൻ്റെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം വരും. മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ആ സെയിം നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ അല്ലേ നമ്മളെപ്പോലെ എന്തും ആഗ്രഹിച്ച് അല്ലെങ്കിൽ എത്രത്തോളം ആഗ്രഹം കാണും. ഇവിടെ തന്നെ തീർന്ന് നമുക്ക് ലൈഫും സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സാധനം തന്നെ. ഈ ഇഷ്യൂനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നമ്മളുടെ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഇത് സംസാരിക്കാനായിട്ട് നമുക്ക് ഇത്രയും വിഷമം ആയതുകൊണ്ടാണ് ഇത് വന്ന് ആൾക്കാരുടെ അകത്ത് എത്തിക്കുന്നതാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഒന്നും മാറാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ അതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇനി ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് വന്നാൽ നമുക്ക് അത്ര നല്ലത്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇത് വരുന്നപ്പോഴാണ് മറ്റേ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്ന കേസ്. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടന്റായിട്ട് മെയിനായിട്ട് ചെയ്യാമെന്ന് വെച്ച കാര്യം. മറ്റേതൊരു കണ്ടന്റ് ആക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. പക്ഷേ കറണ്ട് ഒരു ഇഷ്യൂ നടന്നിക്കുകയാണ്. അതിനെപ്പറ്റി ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിയുക, അത്ര അറിയുക. അപ്പോൾ നമുക്ക് മെയിൻ ഇഷ്യൂലേക്ക് വരാല്ലേ. മെയിൻ ഇഷ്യൂ അപ്പോൾ എന്തോന്ന് താമരശ്ശേരി. താമരശ്ശേരി. അപ്പോൾ താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവമാണ്.
ഒരു 9 വയസ്സായ കൊച്ച് ഒരു ലൈക്ക് അസുഖം ലൈക്ക് ബ്രെയിൻ ഈറ്റിംഗ് അമീബിക് മെനിഞ്ചൈറ്റിസ് എന്നും പറയും സംഭവം. അത് വെച്ച് ഒരു 9 വയസ്സായ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ അവിടെ ചികിത്സിച്ച ഡോക്ടറിന് അതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ലൈക്ക് ആ കൊച്ചിൻ്റെ അച്ഛൻ ലൈക്ക് ഡോക്ടേഴ്സിൻ്റെ അകത്ത് കയ്യാങ്കളി നടത്തി. അപ്പോൾ ഇത് കണ്ട ലൈക്ക് ചില റീൽസും ന്യൂസും എല്ലാം കമൻസ് ഇട്ടത് എന്തെന്നറിയാമോ? അച്ഛൻ്റെ രോദന, അച്ഛൻ്റെ വിഷമം, ലൈക്ക് ഡോക്ടർ ഡിസേർവ്ഡ് ഇറ്റ്, അങ്ങനെയൊക്കെ. അതിനകത്ത് ഡോക്ടേഴ്സിന് വലുതായിട്ടൊന്നും ചെയ്യാനും പറ്റൂല. അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ കളയാനായിട്ട് ശ്രമിക്കൂല. അതും ഇത്രയും കഷ്ടപ്പെട്ട് ലൈക്ക് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ലൈക്ക് നിങ്ങൾ കയ്യാങ്കളി കഴിയുമ്പോൾ ആ ഡോക്ടേഴ്സിൻ്റെ പേരൻസിന് എങ്ങനെയായിരിക്കും ഫീൽ? അതെ, ലൈക്ക് ഇപ്പം എന്താണ് നീ പറഞ്ഞതുപോലെ ലൈക്ക് ആ കുട്ടിയുടെ അച്ഛൻ ഓക്കെ ഇമോഷണലി ആണെന്ന് പറയാം. ഓക്കെ, നമുക്കത് മനസ്സിലാക്കും, ഒരാളുടെ ഇമോഷൻ എന്തെങ്കിലും മനസ്സിലാക്കും. പക്ഷേ ആ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ, കാരണം നമ്മുടെ ഇമോഷൻസ് നമ്മളെ ഓവർ പവർ ചെയ്യുമ്പോൾ നമ്മൾ അൺസ്റ്റേബിൾ ആണ്. ലൈക്ക് നമുക്ക് കറക്റ്റായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ഏത് ഇമോഷനാണോ അതിൻ്റെ പേരിലായിരിക്കും നമ്മുടെ ആക്ഷൻസ് പുറത്ത് വരുന്നത്. ഇപ്പം ദേഷ്യമാണെങ്കിൽ ദേഷ്യത്തിലായിരിക്കും അത് വരുന്നത്, അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ദേഷ്യവും സങ്കടവും എന്തുവാണ് നഷ്ടപ്പെട്ടത് അങ്ങനത്തെയൊക്കെ ഒരു ഇമോഷനിലായിരിക്കും അങ്ങേര് എന്തുവാണ് ആ ഒരു ആക്ഷൻസ് പുറത്ത് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഈ കയ്യാങ്കളി കുറച്ച് സീരിയസ് ആയിപ്പോയി. ഐ മീൻ ആ ഡോക്ടർക്ക് എന്തെങ്കിലും, ഡോക്ടർ എന്നല്ല ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം ഇവർക്ക് എന്താണ് പറയാനുള്ളത്? അതാണ് ലൈക്ക് എന്നിട്ട് ഈ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കുറേ ആൾക്കാർ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർക്ക് കാര്യം പോലും ലൈക്ക് ഒരു ബേസിക് നോളജ് വെച്ച് അവരൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും നാൾ ചികിത്സിച്ച ഡോക്ടർ ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ എടുക്കാനായിട്ട് ശ്രമിക്കും? ഇല്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ കഴിവ് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇല്ല. ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും നടക്കുന്ന ലൈക്ക് ബുദ്ധിമോശം എന്ന് ഞാൻ പറയും. ഇത് നടന്നത് നമ്മളുടെ കേരളയിലാണ്. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സാക്ഷരത കൂടി എന്ന് പറഞ്ഞിട്ട് അതിപ്പം വേറൊരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു റീസൺ വേണമെങ്കിൽ ഞാനിപ്പം പറഞ്ഞുതരാം. നിനക്ക് ഓർമ്മയുണ്ടോ, കുറേ നാളുകൾക്ക് മുമ്പ് കുറച്ച് അരിയോ എന്തോ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ആദിവാസി പയ്യനാണ്, ആൻഡ് അതിനെ കെട്ടിയിട്ട് തല്ലിക്കൊന്നു. അതിനെ കെട്ടിയിട്ട് തല്ലിക്കൊന്നു. അതും ഭക്ഷിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ് ഇപ്പം ഇവിടെ ആണെങ്കിൽ ഒരു ബ്രെഡിനൊക്കെ ഏറ്റവും കുറഞ്ഞ ബ്രെഡിന് 5 എത്ര ലേ ഉള്ളൂ. ഇനി ഇവിടുത്തെ മണി വെച്ച് നമ്മളിപ്പോൾ കൺവേർഷൻ നോക്കണ്ടല്ലോ. അതുപോലെ തന്നെ നാട്ടിലും ലൈക്ക് പല സാധനങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് തന്നെ കാണത്തില്ല, ഒരു 5 രൂപയുടെ ബിസ്ക്കറ്റ് കാണും, അങ്ങനത്തെയൊക്കെ. അപ്പം ഒരു എക്സാമ്പിൾ പോലെ എന്ത് മോഷ്ടിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എത്ര നാൾക്ക് മുമ്പ് കാണുന്നത് ഇപ്പോൾ ഓർമ്മ കിട്ടില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത്. അപ്പോൾ ആ ഒരു ഭക്ഷണ സാധനം കട്ടെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിനെ കെട്ടിവെച്ചു, തല്ലിക്കൊന്നു. പക്ഷേ ഇപ്പോഴും മറ്റേ ആ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ആ ഒരു കുട്ടീനെ റേപ്പ് അങ്ങനെ ശ്രമം നടത്തി കൊന്ന ഒരുത്തനുണ്ടല്ലോ, ഗോവിന്ദസ്വാമി. അവൻ ഇപ്പോഴും നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ജയിലിൽ ബിരിയാണി, പൊറോട്ട, ബീഫൊക്കെ തിന്നിട്ട് നല്ല ചീർത്ത് തടിച്ച് വളരുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് കേരള, ഗോഡ്സ് ഓൺ കൺട്രി. എല്ലാം മനുഷ്യന്റെ ചിന്താഗതിയാണ് ആദ്യമേ മാറേണ്ടത്. നാടെത്ര നന്നായെന്നോ അല്ലെങ്കിൽ പുരോഗതി എത്ര വന്നെന്നോ അല്ലെങ്കിൽ 2 എയർപോർട്ട് വന്നെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോഴും പിന്നോക്ക ചിന്താഗതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. അല്ല നമ്മളിപ്പോൾ കേരളത്തിലാണെന്ന് വെച്ചിട്ട് കേരളത്തിൽ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളും അനീതിയും സപ്പോർട്ട് ചെയ്യണമെന്നല്ല. അതാണ് ഇപ്പം നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് നമ്മളുടെ എതിരെ കയ്യാലും ഉണ്ടാവില്ലെന്ന് ആരും കണ്ട് ഉറപ്പാണ്. അതാണ്. അപ്പോൾ അതിൽ വേറൊരു കാര്യം അറിയാമോ, ഇതിപ്പോൾ നമ്മളിപ്പോൾ അടി കൊണ്ടുവന്ന് വെക്കുക, നമുക്ക് തിരിച്ചടിക്കാൻ പറ്റൂല. അതാ നമ്മൾ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. തിരിച്ചെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം പിന്നെ റിവ്യൂ ആയി വിളിക്കുക, ലൈസൻസ് കട്ടാക്കുക. അപ്പോൾ ആലോചിക്കുക, ഇപ്പം നമ്മളായതുകൊണ്ട് നമുക്കിവിടെ 6 ഇയർ, ഇപ്പം 7 ഇയേഴ്സ് ആയിട്ടുണ്ട്. 7 ഇയേഴ്സ് പഠിച്ച് നാട്ടിൽ പോന്നു. അത് ഇവിടുന്ന് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് നാട്ടിൽ പോയി അവിടുത്തെ എക്സാമും കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. എന്നിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കയറുന്നവരുണ്ട്, അല്ലെങ്കിൽ PG ചെയ്ത് പിന്നെയും വർഷങ്ങൾ, അതായത് ജീവിതത്തിൻ്റെ പകുതിയും മുക്കാലും ഇതിനു വേണ്ടി സമർപ്പിച്ചു എന്ന് തന്നെയാണ്. എന്നിട്ട് ലൈക്ക് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പുച്ഛം,
പുച്ഛം, ആറ്റത്തുപ്പും തുപ്പും അടിയും, ഉറക്കം കളഞ്ഞ രാത്രികൾ, ഈ പറയുന്നത് പോലെ ഈ പാതിരാത്രിയിലൊക്കെ ആയിരിക്കുമല്ലോ ഒരാളെ കൊണ്ടുവരുന്നത്. ആ സമയം നമ്മൾ എണ്ണീറ്റ് ഓടണ്ടേ, അല്ലെങ്കിൽ അവിടെ ഉറക്കമൊളിച്ചിരിക്കണ്ടേ? ഇതൊക്കെ ഒരു ചെറിയ റെസ്പെക്റ്റ് ഒക്കെ തന്നു തുടങ്ങണം, നല്ലതാണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഒരു ഈ സംഭവം മെഡിക്കൽ നെഗ്ലിജൻസ് ഒന്നും അല്ലല്ലോ, ട്രീറ്റ്മെൻറ്റ് നടത്താതിരുന്നതും അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം ആൾക്കാർ കുറച്ച്, എനിക്ക് അറിഞ്ഞൂടാ എന്ത് പറയണം ഇതിനൊക്കെ. എനിക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ആയിപ്പോയല്ലേ. ഈ പറയുന്നത് പോലെ ഒരു ഡോക്ടറും മനഃപൂർവ്വം ഒരു രോഗിയെന്നല്ല ഒരു മനുഷ്യനും എന്താണ് തൻ്റെ കൈ കൊണ്ട് ഒന്നും പറ്റരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഡോക്ടർ എന്ന് പറയണത് ഇതാ ഫൈനൽ വെർഡിക്റ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ ദൈവമല്ല. അതിപ്പം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്. ഡോക്ടർ ഒരു ദൈവമല്ല, ദൈവം വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതിപ്പോൾ ആരാണെങ്കിലും ഡോക്ടർ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ. ഇപ്പം അത്രയും പഠിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യാനോ മനസ്സുണ്ടാവില്ല. ഇവർ ഈ പറയുന്ന റീസൺസ് ഒക്കെ ആണെങ്കിൽ അതിപ്പം നമുക്ക് മനസ്സിലാകും. കാരണം ഇത്രയും നേരത്തെ വർക്ക്, 12-24 മണിക്കൂറത്തെ ഷിഫ്റ്റ്, ഒരു ഓവർ ടൈം, അത് കഴിഞ്ഞ് അപ്പോഴും ആലോചിക്കണം. അന്നാരും ഒരു മെഡിക്കൽ കേസ് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കേസ് ഉണ്ടെങ്കിൽ അപ്പോഴും പോകും. അല്ലാതെ എനിക്കിന്ന് ക്ഷീണമാണ്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഈ തളർച്ച എന്നൊക്കെ അത് തന്നെ ക്ഷീണ എന്തെങ്കിലുമൊക്കെ ഒരു ഇതാണ്. അതല്ലാതെ വേറെ ഒരിക്കലും ഒരാളുടെ എന്തുവാണ് ഹെൽത്ത് നശിപ്പിക്കണമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അങ്ങനൊന്നും ചെയ്യൂല. അതിൻ്റെ പിന്നെ ലൈക്ക് നമ്മളുടെ മെഡിക്കൽ കോഡ് തന്നെ ഇല്ലേ, അത് നമ്മളെ അനുവദിക്കൂലേ. പിന്നെ എന്ത് ചെയ്താലും ഇപ്പോൾ ലൈക്ക് അവർ തന്നെ നമ്മളുടെ എതിരെ ഇൻസ്പെക്ഷൻസ് എല്ലാ സാധനങ്ങളും അപ് ടു ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്ക്, ലൈക്ക് നമ്മളൊരു ഡോക്ടറുടെ പൊസിഷനിൽ നിൽക്കണമെങ്കിൽ ലൈക്ക് എത്ര കടന്നിട്ടാണ് വരുന്നതെന്ന്. ആ സമയത്ത് നിങ്ങൾ ഈ കയ്യാങ്കാലം കൂടെ ആയിക്കഴിഞ്ഞാൽ ലൈക്ക് ആ ഡോക്ടറിൻ്റെ മനസ്സ് തന്നെ ലൈക്ക് തളരും. പിന്നെ ഇറ്റ് ഈസ് ലൈക്ക് മറ്റേ എന്താണ് മനുഷ്യൻ കേൾക്കാൻ അറക്കുന്ന തെറികൾ വിളിക്കുക, അങ്ങനത്തെ ഇതൊക്കെ കാണിക്കുക, വീട്ടിലിരിക്കുന്നവരെ പറയുക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഹോബി. ആൻഡ് ഇവിടെ നടക്കുന്ന പോലുള്ള പല സംഭവങ്ങൾ ഇത് കേട്ടിട്ട് വന്നിട്ട് കുറേ ആൾക്കാർ സപ്പോർട്ട് പിടിക്കാൻ വേണ്ടി നിൽക്കും. ലൈക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം നടക്കണം, അതിൻ്റെ ഇടയിൽ വെറുതെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന് കയറിയിട്ട് പറയുന്നവർ, അങ്ങനെയൊക്കെ. അത് കുറേ മാറ്റുക, നമ്മളെപ്പറ്റി അല്ല എന്താണ് സ്വന്തമായിട്ട് ചിന്തിക്കുക. ഈ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത്. എനിക്ക് വന്നാൽ ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ ആറ്റും തുപ്പും കിട്ടുന്നത്. അത് മാത്രമല്ല അൺസേഫ് വർക്കിംഗ് സേഫ്റ്റി എന്ന് പറയുന്ന സാധനം അതിലില്ല. ഐ മീൻ നീ ഒന്ന് ആലോചിച്ചേ, ബോർഡറിൽ ഇപ്പം എനിക്ക് ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ അച്ഛൻ ഇപ്പോൾ ബോർഡറിലൊക്കെ ആയിരുന്നെങ്കിൽ ആ സമയത്ത് എനിക്ക് സന്തോഷകരമായിട്ടിരിക്കാം, ലൈക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. പക്ഷേ ഞാനിപ്പം ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പാസ് ഔട്ടായിട്ട് എൻ്റെ ഇൻറ്റേൺഷിപ്പ് സമയത്ത് ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ സ്ഥലം ആലപ്പുഴ. അപ്പം എനിക്ക് ആലപ്പുഴ വർക്ക് ചെയ്യാൻ തന്നെ പേടിയുണ്ട്. കാരണം ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലെ നൊട്ടോറിയസ് ആയിട്ടുള്ള അടിയും കാര്യങ്ങളുമാണ് നടക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു മരുന്ന് കിട്ടിയില്ലെങ്കിൽ ആദ്യത്തെ അടി ഡോക്ടർക്ക്, രണ്ടാമത്തെ അടി നേഴ്സിന്, അറ്റൻഡർക്ക് എന്നുള്ള രീതിയിലാണ് അവിടുത്തെ നാട്ടുകാർ. ഞാൻ അവിടുന്ന് വരുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്നതാണ്. കാരണം ഇപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് ഏകദേശം ഒരു 4 വർഷമായി. അതിന് മുൻപ് വരെ അവിടെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എല്ലാത്തിനും അടിയാണ്, നാട്ടുകാരകത്ത് കയറി മേയും. അതാണ് സംഭവം. ഓക്കെ, ഡീറ്റെയിൽ അറിഞ്ഞൂടാ, പക്ഷേ അതാണ്. അപ്പോൾ ഞാനും അപ്പോൾ ആലോചിക്കുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ മനസ്സിലായില്ല. ബോർഡറിൽ നിൽക്കുന്ന ഒരു സോൾജിയറിന് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇതിപ്പം നമ്മൾ ലൈക്ക് ഒരു റൂമിൻ്റെ അകത്ത് പേഷ്യൻറ്റുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പേടിക്കണം. അതായത് പേഷ്യൻറ്റിൻ്റെ ആര് വന്ന് നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളത്, അതാണ് അവസ്ഥ. എടാ സിമ്പിളായിട്ട് ഒരു IV ഒക്കെ ഇട്ടിട്ട് അന്ന് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പുറത്തോട്ട് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെന്താ ഞങ്ങളിവിടെ നിന്നോട്ടെന്ന് ചോദിക്കുന്ന ടീംസ് മനസ്സിലായില്ലേ. അവർ എയർ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ എന്നാലും ചുറ്റുവട്ടം കൂടി നിൽക്കുക, അതിൽ വരെ സ്പാർക്ക് ഉണ്ടാകും. ലൈക്ക് ആ ഒരു ബേസിക് നോളജ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. ചില ആൾക്കാരൊക്കെ ഇപ്പോഴും പറയും ഏറ്റവും കൂടുതൽ ലിറ്ററസി കിട്ടിയ റേറ്റ്. ഈ ലിറ്ററസിയുടെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് ആ ഇഷ്യൂ ആണ് ഓർമ്മ, മറ്റേ ബിയർ ബൈസെപ്സിൻ്റെ. ഞാൻ അവനെ ന്യായീകരിക്കുകയോ എടുക്കുകയൊന്നും അല്ല. പക്ഷേ ഈ പറയുന്ന പോലെ സിമ്പിളായിട്ടൊരു കമൻറ്റ് ഇട്ടു. ലൈക്ക് മലയാളികൾ ട്രിഗർ ആയത് എന്താണ്, കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞാലാണ് അവർ ട്രിഗർ ആയത്. നിനക്ക് ട്രിഗർ ആയോ? എനിക്ക് ട്രിഗർ ആയിട്ടില്ല. എനിക്ക് ആയിട്ട് ഒന്നും തോന്നിയില്ല. ലൈക്ക് എനിക്ക് അവൻ്റെ അക്കൗണ്ടിൽ കയറണം, അല്ലെങ്കിൽ അതിനകത്ത് കയറി
എന്താണ് അവൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ വലിച്ചഴക്കണം അങ്ങനെയുള്ള സംഭവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് അതിനൊരു റീസണും ഇല്ല. ഞാൻ കേരളത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തുവാണ് അതിലെനിക്ക് പുളകം കൊള്ളണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇപ്പം നടക്കില്ല. അതെനിക്ക് മനസ്സിലാകത്ത്. ഇപ്പം എന്താണ് നമ്മുടെ എന്താണ് മറ്റേ ഇതുണ്ടല്ലോ, എൻ്റെ അച്ഛനൊരു ആന ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് അത് എൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു തഴമ്പ് വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആനേനെ കയറി ഓടിച്ചാൽ അതുപോലെ തന്നെയാണ്. എനിക്കതിനകത്ത് ഒരു ഫീലിങ്ങും ഉണ്ടായില്ല. ആൻഡ് ഇത് എന്തുകൊണ്ട് ഞാനിപ്പോൾ ഈ ഇയർ ബൈസിൻ്റെ കാര്യം ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നീ ഇപ്പോൾ ലിറ്ററസിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത്രയും ലിറ്ററസി ഉള്ള ആൾക്കാരാണ് ആ പറഞ്ഞവൻ്റെയൊക്കെ പേജിൽ ഒരു നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഉളുപ്പ് തോന്നുന്ന സാധനങ്ങൾ എഴുതിയിട്ടത്. എനിക്ക് മനസ്സിലായില്ല. കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്ത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് നമ്മൾ ലിറ്ററസി എന്ന് പറഞ്ഞു, ഈ ലിറ്ററസി ഉള്ള ആൾക്കാരാണ് കയറി തെറിയിട്ട് വെളുപ്പിച്ചത്. അതിൻ്റെ എല്ലാവരും അത് റീഷെയർ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടാണ് എന്തോ വലിയൊരു സംഭവം അച്ചീവ് ചെയ്ത പോലെ. നമ്മുടെ ഇപ്പോൾ USMF എടുക്കുക, USMF നമ്മുടെ കോളേജ്, എൻ്റെ ഇവിടെ ഇഷ്ടംപോലെ മലയാളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നീ ഒന്നാലോചിച്ച് ഇപ്പോൾ ഈ കേസ് നടന്നിട്ട് എത്ര നാളായി? ഒരാഴ്ചയെങ്കിലും ആയി കാണുമല്ലോ. ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഒരു സ്റ്റാറ്റസോ സ്റ്റോറിയോ എന്തെങ്കിലും വന്നോ? ഒന്നും വന്നിട്ടില്ലല്ലോ. ഇവിടെ എത്ര പെൺകുട്ടികളുള്ളതാണ്, ആരെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് ഇട്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കാണിച്ചോ? അല്ലാത്ത കാര്യത്തിന് എന്തൊക്കെ സപ്പോർട്ടാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ്. എങ്ങാണ്ടോ ഇരിക്കുന്ന നമുക്ക് ഇത്രയ്ക്ക് ഇതുണ്ട്. ആൻഡ് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആരുടെ പ്രൊഫൈലിലും ഒരു ഇട്ടിട്ടില്ല, നോ പോസ്റ്റ്, നത്തിങ്. ഇനി നമ്മൾ ഇത് പതിനേഴ് ശേഷം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്തിനും ബോധിപ്പിക്കണം? സ്വന്തം മനസാക്ഷിനെ ബോധിപ്പിച്ചാൽ മതി. ഇതൊന്നും അറിയാത്തവരായിട്ട് ആരും ഇല്ല, അത്രേ ഉള്ളൂ. കാരണം നീ പറഞ്ഞ പോലെ ഒന്നും നടക്കൂല, എത്രത്തോളം ഇട്ടാലും ഒന്നും നടക്കൂല. പക്ഷെ സ്റ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാം. അതാണ് സംഭവം. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് തന്നെ. ഇപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവരാലോചിക്കും നമ്മളും സ്റ്റോറിയും പോസ്റ്റും ഒന്നും ഇട്ടില്ലല്ലോ എന്ന്. അല്ല, അപ്പം വേണമെങ്കിൽ നമുക്ക് അടുത്തത് പറയാം. നമ്മൾ ഈ വീഡിയോ ഇല്ലേ, ഈ കഴിഞ്ഞ മണ്ടേ ഇത് ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ നിന്നേ. പക്ഷെ ഇതിൻ്റെ കൺക്ലൂഷൻസ്, ഇതിൻ്റെ കുറച്ചൊക്കെ സോഴ്സ് കിട്ടിയിട്ട് ചെയ്യാമെന്ന് കുറച്ചുകൂടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. കാരണം അതിനകത്ത് കുറേ എലമെന്റ്സ് ഉണ്ട്. കാരണം നമ്മൾ വെറുതെ എടുത്ത് പറയേണ്ട ഒരു കാര്യമല്ല. കാരണം അപ്പോഴും അതിൻ്റെ ഇറ്റ്സ് ആൻഡ് ബിറ്റ്സ് മാത്രമാണ് മീഡിയയിലും ഉള്ളത്. അത്രയ്ക്ക് സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. കാരണം നമുക്ക് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നാളെ ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ നമ്മളെ മോശമായിട്ട് പറയും. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഇത് കൺക്ലൂഷൻ ആയിട്ടില്ല. എന്നിട്ട് ഈ കേസ് ആ ഒരു ചെറിയ കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയായിരുന്നു നമ്മളൊന്ന് വെയിറ്റ് ചെയ്തത്. കാരണം എന്താ നടന്നെന്നുള്ളത് കുറച്ചെങ്കിലും നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. ഇത് ലൈക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ലൈക്ക് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഒരു ലൈക്ക് ഈ തിങ്കളാഴ്ച സംതിങ് ആയി നമ്മൾ ഇത് ഇറക്കണമെന്ന് വീഡിയോ. പക്ഷെ ഇതിനകത്ത് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും ലൈക്ക് അവർ വെളിപ്പെടുത്തുന്നില്ല. ഇനിയും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇന്നത്തെ ഒരു ഇതൊന്നും കണ്ടന്റ് ആക്കാനും പറ്റാത്തൊരു സാധനമാണ്. ഇത് കണ്ടന്റിന് വേണ്ടി ചെയ്തതല്ല. ഒരു അവയർനെസ് പോലെ കാര്യങ്ങൾ പറയാനും എടുക്കാനും ഇത് തന്നെ. കാരണം അതിനു വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് ഇരുന്നൊരു സ്ക്രിപ്റ്റ് പോലും റെഡിയാക്കിയില്ല. സാധാരണ എല്ലാ വീഡിയോയ്ക്കും നമ്മളൊരു സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി ഇത് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ എൻറ്റയർലി ചെയ്യുന്നത്. കാരണം ഇന്നിപ്പം നമ്മുടെ ഇമോഷൻ ഫ്ലോ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ച് തീർത്തത്. കാരണം അങ്ങനെ പറ്റൂ. കാരണം ഇതിനെയൊക്കെ വെച്ച് എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള കടുത്ത മനസ്സൊന്നും നമുക്കില്ല. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ, കൂടുതലൊന്നും പറയാനില്ല. സൈനിങ് ഓഫ്. എല്ലാവരും